കടലീന്ന് ഏറ്റവും ഫ്രഷായി പിടിച്ചോണ്ട് വന്ന് ഐസിന്റെ പോലും ആവശ്യമില്ല, എന്നെ പൂർണ്ണമായ ജീവൻ തന്നെ പോയിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ള മീൻ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള മസാലയിൽ പൊരിച്ച് അങ്ങനെയുണ്ടാ രസമുണ്ട് അല്ലേ? ഹരമുണ്ട്, അങ്ങനെയല്ലേ പറയാ? അതിന് ഹരമുണ്ട് വാ. ഹരമുണ്ടോന്ന് പറയണ കേട്ടാ. തക്കോളിയും സബോളയൊക്കെ ഒന്ന് വെച്ചിട്ട് അടിക്കട്ടെ. മുളകും വേണോ? അട കൊള്ളാലോ, എനിക്ക് പണി തരാ. ശരി, ഇനിയിപ്പോ നീ പറഞ്ഞല്ലേ. അമ്മമാര് പറഞ്ഞിട്ടുണ്ട് മുളകും എടുത്ത് കടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കിട്ടാണ് പണി, അന്നമ്മേനെ അവർക്ക് അറിയില്ല. ലക്ഷദ്വീപിൽ എല്ലാവർക്കും വരാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് ഇപ്പോൾ അല്ലെ. മാലിദ്വീപിൽ പോകാനും എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അവിടുത്തെ ഒരു എക്സ്പെൻസ് നോക്കുമ്പം അതിലും മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ ഇത് 2ാമത്തെ ട്രിപ്പാണ്. ആദ്യം നമ്മൾ കവരത്തി, ഇപ്പോൾ ദാഗത്തി. ഇവിടെ വരുമ്പം സത്യത്തില് ലക്ഷദ്വീപിലെ ആളുകളുടെ ഒരു ആതിഥ്യ മര്യാദ ആണ് നമ്മൾ എന്താ പറയുക ഞെട്ടിപ്പോവും. എന്നാൽ പോലെ നമുക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കണമല്ലോ. പുറത്തിറങ്ങി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ അധികം ഹോട്ടൽസ് ഒന്നും ഇവിടെ ഇല്ല. ഉള്ളത് തന്നെ എനിക്ക് അത്രയൊരു സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ കവരത്തിയിൽ പോയപ്പോൾ ഞാനൊരു ബഹനാസ് കാണിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അതുപോലെ ഞാൻ വന്നിട്ട് അന്ന് മുതൽ എല്ലാ ദിവസവും വന്ന് ഫുഡ് അടിക്കുന്ന ഒരു സ്ഥലമാണിത്, 4 സ്റ്റാർ കഫേ. വെസ്റ്റേൺ ജെട്ടിയിൽ നിന്നും ഫിഷറീസിലേക്ക് പോകുന്ന വഴി കണ്ണം പൂട്ടി നേരെ വന്നോളൂ. ഉച്ചയ്ക്ക് ഒരു 3 മണി മുതൽ 12 മണി വരെ നമുക്കിവിടെ ഫുഡ് കിട്ടും. ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത് ഞാൻ കാപ്പിക്കാണ് കേട്ടോ. ഇവിടെ പബ്സ് ഉണ്ട്, ഇവിടേതായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. പബ്സ് തന്നെ ഇതിപ്പോ ഞാൻ പറഞ്ഞേക്കുന്നത് എഗ് പബ്സും പറഞ്ഞിട്ടുണ്ട്, മുട്ട പബ്സും പറഞ്ഞിട്ടുണ്ട്. സംഭവം ഇതിലേതാന്നുള്ള ഒരു കാര്യം മറന്നുപോയി. ഇത് കണ്ടാ എന്റെ കയ്യിൽ ഫുള്ള് ഇവർ ഇട്ട് തന്നാണ് കേട്ടോ. അടിപൊളിയായിട്ടില്ലേ? 2ഉം കടിച്ചു നോക്കാം കേട്ടോ. മീനിന്റെ പബ്സ്, ചൂരയില്ലാതെ ഇവർക്കൊരു ജീവിതമില്ല. ഈ കടയിലെ ഏറ്റവും എൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മസാലയോട് ഭയങ്കരമായിട്ട് യോജിച്ച് നിൽക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. പബ്സ് നമ്മുടെ നാട്ടിലേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം, പലർക്കും ഇഷ്ടമാണ്. പക്ഷെ അത് തിന്നാനുള്ളത് ഏറ്റവും വൃത്തികെട്ട പലഹാരം എന്ന് പറയുന്നത് എന്താ, തിന്നത് നമ്മുടെ മേല് മൊത്തം ആകും. പക്ഷെ ഇവരുടെ പബ്സ് കണ്ടോ, ബേക്ക് ചെയ്യുന്നതല്ല, ഇവര് പൊരിച്ചെടുക്കുന്നതാണ്. വളരെ ക്യൂട്ടാണ്, എന്നാൽ പബ്സിന്റെ ടേസ്റ്റും ഉണ്ട്. ഇത് എഗ് പബ്സ് കേട്ടോ. ആവശ്യമില്ലാത്ത ഒരുപാട് മസാലകളൊന്നുമില്ല, അതാ കറക്റ്റ്. ഇതിലൊന്നും ഞാൻ നിർത്തില്ല കേട്ടോ. ഇന്ന് രാവിലെ പിടിച്ചെടുത്തോണ്ട് വന്ന നല്ല ലഗൂൺ ഫിഷ് മസാല പുരട്ടി ഗ്രില്ലാക്കുന്നുണ്ട്. അതും തിന്നിട്ടേ പോകുള്ളൂ. നമ്മുടെ 4 സ്റ്റാർ കഫേയിലെ കിഡിലൻ ഫിഷ് ഗ്രില്ലാണ് കേട്ടോ. അന്നമ്മയുടെ ഒരു ടേസ്റ്റ് പ്രകാരം കുറച്ചധികം എരിവൊക്കെ ഇട്ട് മസാലയൊക്കെ ഒന്നും കൂടെ സ്പൈസി ആക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. ഉണ്ടാക്കിയിട്ട് ഇതേ കുറച്ച് നേരമായി. നല്ല ചൂടോടെയാണ് കരുതുന്നത്. പക്ഷെ കടൽ തീരത്ത് എത്തിയതും സംഭവം ഒരൽപ്പം ആറിയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ നാരങ്ങ കഷ്ണം എടുത്തു, ഒന്ന് പിഴിഞ്ഞൊഴിക്കുവാണേ. കൊതി സഹിക്കാൻ മേലാട്ടോ. മെട്ടി എന്നുള്ളൊരു മീനാണ്, മെട്ടി നോക്ക്. ഓ എൻ്റെ അമ്മോ, കഴിച്ചു നോക്കണ്ടേ? വാ വാ വാ. അങ്ങനെയുണ്ടാ രസമുണ്ട് അല്ലേ? ഹരമുണ്ട്, അങ്ങനെയല്ലേ പറയാ? അതിന് ഹരമുണ്ട് വാ. ഹരമുണ്ടോന്ന് പറയണ കേട്ടോ. വാ വാ. ആർക്കും എനിക്ക് കിട്ടാത്തത്? എടാ ഫുട്ബോൾ ഒന്നും ഇല്ലടാ കളിക്കാന്. ഹരണ്ടാ? അപ്പൊ എന്റെ ചാനലിന്റെ പേരെന്താ? സമന്വയം. നമ്മുടെ എന്താ പറയാ, നമ്മുടെ നാട്ടിലെ പോലെ അല്ല കേട്ടോ. ഒരു അല്പം പോലും മടിയോ പകപ്പോ ഒന്നും ഇല്ലാത്ത ഭയങ്കര നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികളാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടവും. ഫ്രഷ് മീനിന്റെ എല്ലാ ഗുണവും ചേർന്ന 1-ാം തരം ഫിഷ് ഗ്രിൽ, അതും 4 സ്റ്റാർ കഫേയില്. നല്ല ജ്യൂസി ആയിട്ടാണ് വന്നിട്ടുള്ളത് മീന്. ചൂരയല്ല ഇവര് ഗ്രില്ല് ചെയ്യാം, ലഗൂൺ ഫിഷാണ് കൂടുതലും ഗ്രില്ല് ചെയ്യാൻ എടുക്കുക. തക്കോളിയും സബോളയൊക്കെ ഒന്ന് വെച്ചിട്ട് അടിക്കട്ടെ. മുളകും വേണോ? അട കൊള്ളാലോ, എനിക്ക് പണി തരാ. ശരി, ഇനിയിപ്പോ നീ പറഞ്ഞല്ലേ. അമ്മമാര് പറഞ്ഞിട്ടുണ്ട് മുളകും എടുത്ത് കടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കിട്ടാണ് പണി, അന്നമ്മേനെ അവർക്ക് അറിയില്ല. അപ്പൊ ഞാൻ ഇത് 2ഉം എടുക്കാനാണ് ഉദ്ദേശിച്ചത്, തക്കാളിയും സബോളയും. ഇവര് പറഞ്ഞു അല്ല മുളകും എടുക്കാൻ. നമ്മളോടാണ് കളി. ഇതാ നല്ല ഹരമുണ്ട്. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ സ്വന്തം അന്നമ്മ.